ഹലോ ഗായ്സ്, ഇന്ന് അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കുഞ്ഞു നവര മീനാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ നാട്ടിലെ മീനിനെ എന്ത് പേരാണ് വിളിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ട്രിവാൻഡ്രം സ്റ്റൈലിൽ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചേരുവകളെന്ന് പറയാമേ. തേങ്ങയും മല്ലിമുളക് വറുത്തതും, പിന്നെ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ആവശ്യത്തിന് പുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും കറിവേപ്പിലയും ചെറിയുള്ളിയും ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ദേ മീൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കൂട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഒരു സ്പൂണ് വെച്ച്. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വെന്ത് കിട്ടേ. ഇതിനിടയിൽ ഞാൻ മുറ്റത്ത് പോയി 2 പച്ചമുളക് കൂടെ കൊണ്ടുവന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിനിടയിൽ ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് അവിയലിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ മീൻ്റെ റെഡി ആയിട്ടുണ്ട്, നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിയലിനുള്ള കൂട്ടുകൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിയലും റെഡിയാക്കി എടുക്കാം കേട്ടോ. അവയിലിനുള്ള പച്ചക്കറികളൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്ത് കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കൂട്ടൊക്കെ എല്ലാ പച്ചക്കറികളിലും നല്ലതുപോലെ പിടിക്കും കേട്ടോ. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അവിയലും റെഡിയാക്കി കിട്ടും കേട്ടോ. അങ്ങനെ ഇന്ന് ഉച്ചയൂണിന് ഒരുപാട് കറികളുണ്ടായിരുന്നു കേട്ടോ. ശീമച്ചക്ക തോരൻ, ബീട്രൂട്ട് തോരൻ, ഞാൻ വെച്ച മീൻകറി, മീൻ വറുത്തത്, അച്ചാറ്, ക്യാബേജ് തോരൻ, ചക്ക അവിയൽ, അങ്ങനെ ഒരുപാട് കറികൾ കൂട്ടിയാണ് കേട്ടോ ഉച്ചയൂണ് കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്, ബൈ.